ഇപ്പോൾ കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ സംസാരിക്കുന്നു. തത്സമയം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. മുനമ്പം കടപ്പുറം അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത് അത് വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള വിധത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒന്നുകൂടിയൊക്കെ പറയുവാനും പിന്നെ ഈ ചർച്ച ചെയ്തത് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് മറ്റൊക്കെ ഒന്ന് പറയുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് ശരിയായ രീതിയിൽ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടിയാണ് പോകുന്നത്. ഇത് ക്രിസ്മസിൻ്റെ തന്നെ വലിയ ചൈതന്യത്തോട് തന്നെ പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ സംഭാഷണം വളരെ മനോഹരമായ വളരെ ശരിയായ ദിശയിലേക്കാണെന്നുള്ളത് വളരെ പ്രത്യാശയോടും ഗവൺമെൻറ്റിൻ്റെ ഈ നടപടിയും അതുപോലെ കമ്മീഷനിൽ 100% പ്രത്യാശ അർപ്പിക്കാം. 4-ാം തീയതി വിസിറ്റ് ചെയ്ത സ്വഭാവത്തിലുള്ളതായിരുന്നു. അപ്പോൾ ആരൊക്കെ പോയി കാണും, എങ്ങനെയാണ്? 4-ാം തീയതി ഉള്ളത് അവിടെ വികാരിച്ചാൽ അവിടെയുള്ള ആളുകളെല്ലാവരും കാണാനായിട്ട് സാറ് അവിടെയുള്ള ടീം തന്നെ ഒരുമിച്ച് അവിടെ യാത്ര ചെയ്ത് ആ പ്രദേശം കാണുന്നുണ്ട്, അവിടെയുള്ള ആളുകളെ കാണുന്നുണ്ട്, അവരുടെ പരാതിയും സങ്കടങ്ങളും നേരിട്ട് കേൾക്കാം. ഒരു ജനാധിപത്യ പ്രക്രിയക്ക് ആവശ്യമാണ്. ജനങ്ങളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ആ ഒരു വലിയ ഒരു പദ്ധതിയുമായിട്ടാണ് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലുന്നത്. അതും വളരെ പ്രതീക്ഷയോട് തന്നെ കാണുന്നത്. 4-ാം തീയതിയും കടപ്പുറത്തേക്ക് അദ്ദേഹം വരുന്നതും മുനമ്പത്ത് വരുന്നതും അതെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ കാണുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കാൻ പാടില്ല. കാരണം ഈ നമ്മുടെ ഇന്ത്യയിൽ ഇനിയും ഞങ്ങളിപ്പോൾ സംസാരിച്ച ഒരു കാര്യം പറഞ്ഞതാണ്. നമ്മൾ കേരളത്തിൽ നിന്നുള്ളവർ, തമിഴ്നാട്ടിൽ നിന്നുള്ളവർ, അല്ലെങ്കിൽ കർണാടകയിൽ നിന്നുള്ളവർ, അല്ലെങ്കിൽ ഹിന്ദു, മുസ്ലിംസ്, ക്രിസ്ത്യൻസ് അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഒരുമിച്ച് ഇന്ത്യക്കാരാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജനാധിപത്യ മൂല്യങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഈ നമ്മുടെ പ്രിയാമ്പിളി പറയും, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു പ്രൊവൈഡ് ജസ്റ്റിസ്, ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി. ഇത് കൊടുക്കുവാനായിട്ട് നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ അവിടെ ഒരു മതത്തിനും ഒരു വിധത്തിലും തടസ്സം ആകാത്ത വിധത്തിൽ ആയിരിക്കണം. അതിന് നമുക്ക് നല്ല ഭരണകൂടത്തിന് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴോ കേൾക്കുകയോ ചെയ്യുമ്പോൾ, ഞാൻ കേട്ടിട്ടില്ല, കേട്ടാലും കണ്ടാലും ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെൻറ്റിനും അങ്ങനെ ചെയ്യാനായിട്ടോ അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല. നടപടികൾ എടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ക്രിസ്മസ് ആഘോഷത്തിനെതിരായിട്ടുള്ളൊരു സംഘടിതമായിട്ടുള്ളൊരു നീക്കം നമുക്ക് നിസ്സാര വല്ല ഫണ്ടമെൻ്റലിസോ ഫനാറ്റിസോ ഒക്കെ വരുമ്പോൾ അത് നമ്മൾ അധികം അനാവശ്യമായിട്ട് അത് പ്രചരിപ്പിക്കാതിരുന്നാൽ മതി. കാരണം നിസ്സാരവൽക്കരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അത് വലിയ സാരമായ കേസാണെന്ന് കാണിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെയൊക്കെ നടക്കുന്നുണ്ടാവും. നമ്മളുടെ രാജ്യത്തെ ആ ഒരുമിച്ചുള്ള ആ പ്ലൂറലിസവും നമ്മുടെ റിലീജിയസ് പ്ലൂറലിസമൊക്കെ അത് തന്നെയാണ് മഹത്തായ സംസ്കാരം. ആ സംസ്കാരത്തെ നമുക്ക് കൊട്ടിഘോഷിക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ സാധിക്കണം. അതിന് എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും ജുഡീഷ്യറിയും മീഡിയയും ഒരുമിച്ച് നിൽക്കണം തന്നെയാണ് എൻ്റെ പ്രതീക്ഷയും എൻ്റെ കാഴ്ചപ്പാടും. സർക്കാർ ഒരു നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പോലെ തടയാനായി? ഞാൻ ഇതിൻ്റെ വ്യക്തമായി എന്താണ് സംഭവിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ച് പിന്നെ സർക്കാർ ചെയ്യേണ്ട കാര്യം സർക്കാർ ചെയ്യട്ടെ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം. താങ്ക് യു. മുനമ്പം വഖഫ് അധിനിവേശത്തിൽ കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ജുഡീഷ്യൽ കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് കമ്മീഷനെ അറിയിച്ചു, പ്രത്യാശയാണ് നൽകുന്നത് കൂടിക്കാഴ്ചയിലൂടെ എന്നും അദ്ദേഹം വ്യക്തമാക്കി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കൂടുതൽ വിശദാംശങ്ങൾ. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു കോട്ടപ്പുറം രൂപത മെത്രാനായിട്ടുള്ള അംബ്രോസ് പുത്തൻവീട്ടിലും മറ്റു വൈദികരുമായിട്ട് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നടത്തിയത്. തങ്ങളുടെ ആശങ്കകളൊക്കെ തന്നെ രാമേന്ദ്രൻ കമ്മീഷന് മുന്നിൽ വിവരിച്ചു എന്നാണ് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്ത് അംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നിലവിലെ ഈ കൂടിക്കാഴ്ചയിൽ വലിയ രീതിയിലുള്ള പ്രത്യാശ തങ്ങൾക്കുണ്ട് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ക്രിസ്മസിന് സന്ദേശം പകരുന്നതിനോടൊപ്പം തന്നെ നിലവിൽ
മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, അത് ആധികാരികമായിട്ട് വസ്തുതാപരമായിട്ട് പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കമ്മീഷനുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം തിരിച്ചിറങ്ങിയ വേളയിൽ, കൂടിക്കാഴ്ച കഴിഞ്ഞിറങ്ങിയ വേളയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നുള്ള കാര്യത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ കൂടിക്കാഴ്ച നടത്തിയതെന്നും കോട്ടപ്പുറം രൂപതാ മെത്രാനായിട്ടുള്ള ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഇടവക വികാരിമാരും ഉണ്ടായിരുന്നു. എന്തായാലും മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതി നേതാക്കളും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. അവരും സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കമ്മീഷന് മുന്നിൽ അറിയിച്ചത്. അതായത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നുള്ള കാര്യം. എന്തായാലും നിലവിൽ പറഞ്ഞിട്ടുള്ളത് നാളെ ക്രിസ്മസ് ദിനത്തിൽ നിരാഹാര സമരം തുടരുമെന്നുള്ളത് തന്നെയാണ്. നിലവിൽ മുനമ്പത്തെ തീരദേശ ജനത നടത്തുന്ന നിരാഹാര സമരം ഏകദേശം 73 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നാളെ കൂടി ആകുമ്പോൾ ഏകദേശം 74 ദിവസം പിന്നിടും. അതുകൊണ്ട് തന്നെ സമാനമായിട്ട് മുന്നേ ഉള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് നിരാഹാര സമരം വരുന്നത്, അതുപോലെ തന്നെ നാളെ ക്രിസ്മസ് ദിനമായിട്ടുള്ള നാളെയും നിരാഹാര സമരം തുടരുമെന്ന് തന്നെയാണ് മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതി നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നുള്ള കാര്യം ഫറൂഖ് കോളേജ് തന്നെ നേരത്തെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. കമ്മീഷൻ വിശദീകരണം ചോദിച്ച സമയത്ത് നൽകിയ മറുപടിയിലായിരുന്നു ഫറൂഖ് കോളേജ് അധികൃതർ മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നും ഇഷ്ടദാനമായിട്ട് തങ്ങൾക്ക് കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെ ക്രയവിക്രയം ചെയ്യാനായിട്ടുള്ള പൂർണ്ണ അധികാരം തങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം ഫറൂഖ് കോളേജ് വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ CN രാമചന്ദ്രൻ കമ്മീഷന്റെ സിറ്റിംഗ് ജനുവരി ആദ്യവാരം തന്നെ ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ട് സ്ഥലം സന്ദർശിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തുമെന്ന് ഈ കൂടിക്കാഴ്ച നടത്താനെത്തിയ ഫാദർ അംബ്രോസ് പുത്തൻവീട്ടിലിനോടൊപ്പം മറ്റുള്ള ആളുകളോടും അദ്ദേഹം രാമചന്ദ്രൻ കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുനമ്പ് സന്ദർശിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി അവിടുത്തെ ആളുകളുടെ ആശങ്കകൾ നേരിട്ട് കണ്ടുകൊണ്ട് അത് പരിഹരിക്കുന്ന രീതിയിലേക്കുള്ളൊരു സമീപനമായിരിക്കും കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാകുന്നത്. എന്തായാലും റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കാലാവധി 3 മാസമാണ്. അതിനിടയിൽ തന്നെ എല്ലാ രേഖകളും പരിശോധിച്ചുകൊണ്ട് പരിഗണനാ വിഷയങ്ങളൊക്കെ തന്നെ പരിഗണിച്ച് അതിന്മേലൊരു കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കമ്മീഷൻ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹിയറിംഗിന് മുന്നേ തന്നെ മുനമ്പത്തെ വഖഫ് ഭൂമി അല്ല എന്നുള്ള കാര്യത്തിലും മറ്റ് ആശങ്കകളും വിവരിക്കുവാനും അത് അറിയിക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച കോട്ടപ്പുറം രൂപതാ മെത്രാന്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്നത്. ഏകദേശം 1 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ ഔദ്യോഗിക ഓഫീസിൽ നടക്കുകയും ചെയ്തിരുന്നു. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.